6 to 7 grams പ്രോട്ടീൻ, ഒരു 0.4 gram ഫാറ്റ്, 25 to 35 gram കാർബോഹൈഡ്രേറ്റ്, അതിൽ കുറേ ഫൈബറുമുണ്ട്. പിന്നെ മെഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയേൺ, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ സി, അതുകൂടാതെ കുറച്ച് കാൽഷ്യം, വൈറ്റമിൻ എ, സിങ്ക്, ഇവയെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ചക്കക്കുരുവിൽ. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് മാത്രമല്ല, സോളുബിൾ ഫൈബർ, ഇൻസോളുബിൾ ഫൈബർ, റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്നീ തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സും ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. സോളുബിൾ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചെറുകുടലിൽ തന്നെ അത് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗപ്പെടുന്നു. ഇൻസോളുബിൾ ഫൈബർ എന്ന് പറയുന്നതും അതേപോലെ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്നതും നമ്മുടെ ചെറുകുടലിലൂടെ അങ്ങനെ തന്നെ താഴേക്ക് പോയി വൻകുടലിലെത്തി അവിടെ അധിവസിക്കുന്ന നമ്മുടെ ഗട്ട് മൈക്രോബിയോം അല്ലെങ്കിൽ നമ്മുടെ കുടലിൽ അധിവസിക്കുന്ന നല്ല ബാക്ടീരിയയ്ക്ക് വളരുവാൻ നല്ല വളമായി തീരുന്നു.